അരയ്ക്ക് താഴേക്ക് ക്രോപ്പ് ചെയ്തിട്ട് ആ പിക്ചർ കറക്റ്റായ ഒരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു പ്രൊഫൈലാണ്. ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു, ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് സേഫായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടുമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എൻ്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു പ്രൊഫൈലിൽ നിന്ന് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ പ്രൊഫൈൽ ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രൊഫൈൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്തപ്പം അതിൻ്റെ അകത്ത് കുറേ എന്താ വേണ്ട ഒരു കറക്റ്റായ ഒരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു പ്രൊഫൈലാണ്. കുറേ കാലുകൾ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ഞാൻ ആദ്യം ഏതോ ഒരു ഫേക്ക് ഐ ഡി എന്നുള്ളൊരു സാധനത്തിൽ ഞാനത് ബാക്ക് അടിക്കാൻ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ അതായത് 2 ദിവസം മുമ്പ് ഞാൻ ഇട്ടു എന്ന് പറഞ്ഞ ആ പോസ്റ്റിൽ എൻ്റെ അരയ്ക്ക് താഴേക്ക് ക്രോപ്പ് ചെയ്തിട്ട് ആ പിക്ചർ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു, എങ്ങനെ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മുടെ അനുവാദം ഇല്ലാണ്ട് ഒരു സംഭവം എടുത്ത് അവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് കണ്ടിട്ട് നമ്മളത് ചെയ്യരുത്, അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ നോർമലി അത് ചെയ്യൂലോ എന്നൊരു ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത് ആ ടൈമിൽ. അപ്പം പിന്നെ ഞാൻ ആ പ്രൊഫൈൽ നോക്കാൻ നിന്നില്ല. കുറേ നേരം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കയറിയ സമയത്ത് ഞാൻ നോക്കുമ്പം എനിക്ക് ആ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ട്, പോസ്റ്റ് ഒന്നും കാണുന്നില്ല, പോസ്റ്റ് ഒന്നുമില്ല. ഫോളോയിങ്ങും ഫോളോവേഴ്സും ഒക്കെ എനിക്ക് കാണുന്നുണ്ട്, വേറെ സംഭവങ്ങളൊന്നും എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ അവരത് റിമൂവ് ചെയ്തതായിരിക്കും. കാരണം ഇപ്പം എൻ്റെ ഒരാളുടെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കി അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഇതേപോലെ പെർമിഷൻ ഇല്ലാണ്ട് ഇട്ടതായിരിക്കാം മേ ബി. അപ്പം ഇതേപോലെ എല്ലാവരും പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്തതായിരിക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്കൊരു സുഖം വരാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, നീ ആ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കിക്കേ, അതിൻ്റെ അകത്ത് പോസ്റ്റൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ട്, നിൻ്റെ കാലുണ്ട് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെ വാശിയായി. കാരണം നമ്മൾ ഓൾറെഡി ഒരു സംഭവം കണ്ടു അറിഞ്ഞു, എന്നിട്ട് അവരോട് നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നമ്മുടെ മര്യാദയ്ക്ക് മാത്രമാണ് ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചോദിച്ചത്. എന്നിട്ട് ആ സമയത്ത് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകേണ്ടതായ ഒരു കാര്യം അതിൻ്റെ അകത്തില്ലല്ലോ. അങ്ങനെ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അത്ര സുഖമില്ലാത്ത ഒരാളും ആളുടെ പ്രൊഫൈലും ആണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയി. ഞാൻ എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വാട്സപ്പിലും ഞാൻ ഷെയർ ചെയ്തിട്ട് അതൊന്ന് റിപ്പോർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ആൾക്കാർ റിപ്പോർട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ മിനിങ്ങാന്നാണ് ഞാൻ ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ ഫുൾ ഞാൻ വെയിറ്റ് ചെയ്തു ആ അക്കൗണ്ട് എന്തെങ്കിലും ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എത്ര പേർ റിപ്പോർട്ട് അടിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്ക് എണ്ണമൊന്നും അറിയില്ല. അപ്പം റിപ്പോർട്ട് അടിച്ചിട്ട് ആ അക്കൗണ്ട് എന്തെങ്കിലും ആവോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ഫുള്ള് ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും അക്കൗണ്ട് ആക്റ്റീവാണ്. ഇന്നലെയും ആ അക്കൗണ്ടിൽ കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഇന്നും കുറേ ഫോട്ടോസ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അക്കൗണ്ട് കാണിക്കാവേ. ഇതാണ് ആ അക്കൗണ്ട്, കാണാവോ നിങ്ങൾക്ക്? ഇതാണ് അക്കൗണ്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല തോന്നുന്നു അല്ലേ? ഇതാണ് അക്കൗണ്ട്. ഇതിൽ ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ ഇന്നുമായിട്ടിട്ട് ഫോട്ടോസാണ് ഈ കാണുന്ന ഫുൾ. ഇത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണേ. ഇതെന്താണ്? ഇതെല്ലാം ഇന്നലെ മിനിങ്ങാനുമായിട്ട് അവർ പോസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ്. അതിൻ്റെ അകത്ത് എന്താണ് ഫുഡ് ക്രീമിൻ്റെ ഒക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്താ പറയണ്ടേ, മര്യാദയ്ക്ക് ഉള്ളൊരു അക്കൗണ്ട് ആണെങ്കിൽ വല്ലവൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് മോഷ്ടിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് അവരത് ചോദിക്കുമ്പം അവരെ പിടിച്ച് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്കില്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും അത് മര്യാദയ്ക്കുള്ളൊരു പ്രൊഫൈലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, ഞാൻ ആ പ്രൊഫൈൽ കയറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ചകഞ്ഞ് നോക്കിയപ്പം അത് 3 ഡേയ്സ് മുമ്പാണ് അതിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു യൂസർ നെയിം ആക്കിയിട്ട് ആ പ്രൊഫൈൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അതുവരെ വേറെ ഏതൊരു യൂസർ നെയിമും ആയിരുന്നു. അതിൻ്റെ പുറമെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനത്തെ കുത്സിത പരിപാടികൾക്ക് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഫൈലാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയും അങ്ങനത്തെ ഒരു പ്രൊഫൈലും മാത്രമാണ്. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരേ ടൈമിൽ യൂസർ നെയിം ഒക്കെ 2 തവണ മാറ്റി ഈ 2-3 ഡേയ്സ് കൊണ്ടാണ് ഇത്രയും ഫോട്ടോസ് അവർ അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം അത്ര സുഖമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുമല്ല, എനിക്ക് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യാണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. എനിക്ക് അവിടെ നിന്നോട്ടാണ് എനിക്ക് അത്രയും ദേഷ്യവും കാര്യങ്ങളും വന്നതില്ലെങ്കിൽ നോർമലി ഒരാൾ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു അപ്ലോഡ് ചെയ്തു, ഓക്കെ, അത് അവർ പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കാണ്ട് അപ്ലോഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം.
പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മളത് പിന്നെയും അവരത് ചെയ്താൽ അത് അവർ ദുരുദ്ദേശം തന്നെയാണല്ലോ. അപ്പം അവിടെ തൊട്ടാണ് എനിക്ക് അത്രമേൽ ദേഷ്യം കയറുന്നത്. എൻ്റെ പ്രൊഫൈലിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുമ്പം അത് വേറൊരു പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ മിനിമം മാന്യത എന്ന് പറയുന്നത് എൻ്റെ പെർമിഷൻ ചോദിക്കുക എന്നുള്ളതാണല്ലോ. ഇതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഒരു മെസ്സേജ് അയച്ചാൽ മതി. പക്ഷേ അതുപോലും കാണിക്കാതെ, മിനിമം മാന്യത പോലും കാണിക്കാതെ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുമ്പം നമുക്ക് ആർക്കായാലും ദേഷ്യം വരുന്ന കാര്യം തന്നെയാണല്ലോ. പിന്നെ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ആ പ്രൊഫൈൽ എനിക്ക് കാണത്തില്ലാത്തതുകൊണ്ട് തന്നെ അവരെന്നെ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ വേറൊരാളുടെ പ്രൊഫൈൽ വഴിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ വഴിയാണ് ഞാൻ കയറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആ ഫോട്ടോ മാത്രമായിട്ട് എടുത്തിട്ട് ഞാൻ റിപ്പോർട്ട് അടിക്കാൻ നോക്കുമ്പം അത് നടക്കുന്നില്ല. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി നമുക്ക് റിപ്പോർട്ട് അടിക്കലേ നടക്കുള്ളൂ. ഞാൻ അങ്ങനെ റിപ്പോർട്ട് അടിച്ചിട്ട് ഞാൻ അന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് അടിച്ചതാണ്. പക്ഷേ ഞാൻ അതിൻ്റെ സ്റ്റാറ്റസിൽ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അതിപ്പോഴും ആക്റ്റീവാണ്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് അതിൽ ഓരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ആ പ്രൊഫൈൽ പോകുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുമല്ല, ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല, എന്നെ അറിയുന്ന വ്യക്തിയാണോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ആ വ്യക്തി എന്നെ ബ്ലോക്ക് ചെയ്തു, അതേസമയം എൻ്റെ ഹസ്ബൻഡിനെയും ബ്ലോക്ക് ചെയ്തു. കാരണം ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പുള്ളിയായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് കുറേ റീൽസും ഫോട്ടോസൊക്കെ. ചിലപ്പം അങ്ങനെ കണ്ട് ഹസ്ബൻഡാണെന്ന് അറിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തായിരിക്കാം. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ആ വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി കയറി സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രൊഫൈൽ കാണിക്കുന്നില്ല. അപ്പം പുള്ളിനെയും ബ്ലോക്ക് ചെയ്തു. ഇത് ഇത്രയും കാര്യമായിട്ട് കുടുംബത്തിൽ എല്ലാവരെയും പിടിച്ച് ബ്ലോക്ക് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം അത് ചെയ്ത കാര്യം തെണ്ടിത്തരമാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ ആ പ്രൊഫൈലിൻ്റെ ഫോളോയിങ്ങും ഫോളോവേഴ്സിനും ഒക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ ഇതേ കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെയാണ് ആ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നതും അവർ തിരിച്ച് ഫോളോ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതിൽ കുറച്ചല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതലും ഈ ടൈപ്പ് ഓഫ് പ്രൊഫൈൽസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. അതായത് ആ പ്രൊഫൈൽ ഈ വീഡിയോ കാണുന്ന അത്രയും ആൾക്കാർ, പറ്റുന്നത്രയും ആൾക്കാർ ഒന്ന് ആ പ്രൊഫൈൽ ഒന്ന് റിപ്പോർട്ട് അടിച്ച് വിട്ടിരുന്നെങ്കിൽ ആ ആളുടെ അതങ്ങ് പൂട്ടിക്കെട്ടി അങ്ങ് പോയിക്കൊണ്ടാണ്. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അതിനകത്ത് എടുത്തിട്ട് ഞാനത് കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പം കുടുംബത്തിന് മൊത്തം എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ട് അതൊരു ദുരുദ്ദേശ പരിപാടി തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ എല്ലാവരുടെയും ഇങ്ങനെ എന്താ പറയുക, ബാക്കിയുള്ളവരുടെ പ്രൊഫൈലിൽ നിന്ന് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനത്തെ മതി വൃത്തിയായിട്ട പരിപാടി ഇനി ആരും കാണിക്കാൻ പാടില്ല. അത് റിപ്പോർട്ട് അടിച്ച് വിട്ടാൽ അവൻ ഇനി അടുത്ത പ്രൊഫൈലും എടുത്തുകൊണ്ട് വരുമായിരിക്കാം. പക്ഷേ എങ്കിൽ എനിക്ക് ആ പ്രൊഫൈലൊന്ന് പൂട്ടി കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ആ പ്രൊഫൈൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ പറ്റുന്നത്ര ആൾക്കാർ ആ പ്രൊഫൈൽ ഒന്ന് കയറിയിട്ട് റിപ്പോർട്ട് അടിക്കണം എന്ന് ഞാൻ പറയാണ്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ശരി, കാണാം, ബൈ.